സുഹൃത്തുക്കളെ മയ്യമ്മിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ത്യയിലെ ജനറേഷൻ എന്ന് പറയുന്നത് വളരെ ലക്കി ആയിട്ടുള്ള ഒരു ജനറേഷനാണ്. കാരണം ഒരുപാട് ടൂർണമെന്റുകൾ ISL, I ലീഗ്, KPL, അതുപോലെ തന്നെ ഓരോ സംസ്ഥാനത്തുള്ള ലീഗുകൾ, അങ്ങനെ ഒരുപാട് ടൂർണമെന്റുകൾ കളിക്കാനുള്ള അവസരം ഇന്നത്തെ ജനറേഷൻ ഉണ്ട്. അതിലുപരി ചെറിയ കുട്ടികളാണെങ്കിൽ ഫുട്ബോൾ പരിശീലിച്ച് വലുതാവാൻ പറ്റിയ ഒരുപാട് അക്കാഡമികളും ഇന്ത്യയിലുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ. നമ്മളെ കേരളത്തിൽ കണ്ണൂരിൽ തുടങ്ങാനിരിക്കുന്ന ഒരു കിടിലൻ അക്കാഡമി, ആ അക്കാഡമിയെക്കുറിച്ച് പറയാനും അതിൻ്റെ ട്രയൽസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളോട് പങ്കുവെക്കാനും വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ എടുക്കുക. കാരണം നമുക്കറിയുന്ന എല്ലാ ഡീറ്റെയിൽസും, നമുക്കറിയുന്ന ട്രയൽസുകളെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ യൂസ് ചെയ്യുക. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളോട് പറയാം. അതിന് മുന്നേ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ നമ്മളെ ചാനൽ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നമ്മളെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളൊക്കെ ഫോളോ ചെയ്ത് നമ്മളെ കൂടെ നിൽക്കണം. കാരണം നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ടാണ് നമുക്കിങ്ങനെ വീഡിയോ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം. കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ മാതമംഗലം കുറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പുതിയ അക്കാഡമി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പുതിയ അക്കാഡമി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഓൾറെഡി റണ്ണിങ് ആയ അക്കാഡമിയാണ്. പക്ഷേ റെസിഡൻഷ്യൽ ഫുട്ബോൾ അക്കാഡമി പ്രോഗ്രാം അവിടെ തുടങ്ങാനിരിക്കുകയാണ്. അതിന് കേരളത്തിൽ ഉടനീളമുള്ള ജില്ലകളിലൊക്കെ സെലക്ഷൻ നടത്താൻ വേണ്ടി അതിൻ്റെ മാനേജ്മെൻറ്റ് തയ്യാറായി നിൽക്കുകയാണ്. ഇതൊരു സ്വതന്ത്ര സ്ഥാപനമാണ്. കണ്ണൂർ സിറ്റി സ്പോർട്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് കീഴിൽ വരുന്ന കണ്ണൂർ സിറ്റി ഫുട്ബോൾ സ്കൂൾസ് റെസിഡൻഷ്യൽ അക്കാഡമി എന്നാണ് ഈ ഒരു പ്രോജക്റ്റിൻ്റെ പേര്. ഓക്കെ, ഈ ഒരു ട്രയൽസിൽ പങ്കെടുത്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അതിന് മുന്നേ ഇത് ഓരോ ജില്ലയിലും ഇതിൻ്റെ സെലക്ഷൻ നടക്കാനിരിക്കുകയാണ്. അതിൻ്റെ ഡേറ്റുകൾ, അതിൻ്റെ വെന്യൂസ്, എപ്പോഴാണ്, എവിടെ വെച്ചാണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മളെ ചാനലിൽ വരുന്ന വീഡിയോസിൽ അവർ അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ അറിയിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. എന്തുകൊണ്ടും നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ എന്ന് പറയുന്നത് മൊത്തം കേരളത്തിൽ നിന്നും 60 കുട്ടികളെയാണ് ഇവർ വ്യത്യസ്ത കാറ്റഗറികളിലേക്ക് സെലക്ഷൻ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. 8, 9 ക്ലാസ്സുകളിലേക്ക് പോകുന്ന, അതുപോലെ തന്നെ +1 ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കാനുള്ള കുട്ടികൾക്കാണ് സെലക്ഷൻ നടക്കുക. അതിൻ്റെ ഏജ് കാറ്റഗറി ഒക്കെ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട് മനസ്സിലാക്കി നിങ്ങളുടെ ഏജ് കാറ്റഗറി ഇതാണെങ്കിൽ അതിൽ പങ്കെടുക്കാൻ നോക്കുക. ഓക്കെ, ഈ ഒരു 8, 9 ക്ലാസ്സുകളിലുള്ള കുട്ടികളിൽ 40 കുട്ടികളെ 8, 9 ക്ലാസ്സുകളിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ +1ലേക്ക് ബാക്കിയുള്ള 20 കുട്ടികളെയും അങ്ങനെ കണക്കാക്കി മൊത്തം 60 കുട്ടികൾക്കാണ് ചാൻസ്. പക്ഷേ എല്ലാ കുട്ടികൾക്കും ഇവിടെ ഫ്രീ ആയിട്ട് പരിശീലിക്കാനുള്ള അവസരമില്ല. ഏറ്റവും മിടുക്കരായിട്ടുള്ള 10 പേർക്ക് സ്കോളർഷിപ്പ് കിട്ടും. സ്കോളർഷിപ്പ് എന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ ഫീ കഴിഞ്ഞാൽ ബാക്കി അവരുടെ പഠനത്തിനും കളിക്കും പ്രാക്ടീസിനും തുടങ്ങിയ എല്ലാ കാര്യത്തിനും വേണ്ട ചിലവൊക്കെ അക്കാഡമി വഹിച്ചോളും. ബാക്കിയുള്ള 50 പേർക്ക് അവരുടെ പെർഫോമൻസിനനുസരിച്ച് ഒരുപക്ഷെ പാർഷ്യൽ സ്കോളർഷിപ്പ് ഉണ്ടാവാം, ഒരുപക്ഷെ കൂടുതൽ 75% സ്കോളർഷിപ്പ് ഉണ്ടാവും. അതൊക്കെ മാനേജ്മെൻറ്റിനെ, അക്കാഡമീൻ്റെ ആളുകൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ പെർഫോമൻസ് വെച്ച് നോക്കിയിട്ട് മനസ്സിലാവുന്നത്, നിങ്ങൾക്ക് എന്ത് തരലാണ് ആക്ട് എന്ന് നോക്കിയിട്ട് അവർ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കുട്ടികൾക്ക് ഒരു മാസത്തേക്ക് 15,000 രൂപ ഫീ വരുന്നുണ്ട്. കാരണം പഠനവും ട്രെയിനിങ്ങും കളിയും എല്ലാം ഉൾപ്പെടെയാണ് ഈ ഒരു ഫീ നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു ടൂർണമെൻറ്റുകൾ വരുന്നത് ഇന്ത്യയിൽ ഉടനീളമുള്ള അക്കാഡമി ടൂർണമെൻറ്റുകൾ, അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള കോമ്പറ്റീഷൻസൊക്കെ പങ്കെടുക്കാൻ ഈ ഒരു ക്ലബിന് താല്പര്യമുണ്ട്. ഈ ഒരു അക്കാഡമി അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. സ്വന്തമായി നല്ല കിടിലൻ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നില്ലേ, ഇത്രയും സെറ്റപ്പ് ആയിട്ടുള്ള ടർഫ് കോർട്ടിലാണ് പരിശീലനം ഉണ്ടാവുക. അതോടൊപ്പം നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പ്ലെയർക്കും അവർ ഇൻഷുറൻസ് ഉറപ്പാക്കുന്നുണ്ട്, ഫിസിയോ ഉണ്ടാവും, ഏറ്റവും നല്ല ട്രെയിനിങ് ഫെസിലിറ്റി ഉണ്ടാവും. ഇതിനൊക്കെ പുറമെ ഏറ്റവും നല്ലൊരു കോച്ചിനെ തന്നെയാണ് അക്കാഡമി തയ്യാറാക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. UEFA ചാമ്പ്യൻസ് ലീഗ് കളിച്ച, സാക്ഷാൽ ഹൊസെ മൊറീഞ്ഞോയുടെ കൂടെ പോർട്ടോയിൽ വർക്ക് ചെയ്ത, അതുപോലെ തന്നെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു കിടിലൻ കോച്ച് സൗത്ത് ആഫ്രിക്കൻ ഇന്റർനാഷണൽ സ്വനെ മാൻഡെ ക്രിസ്റ്റഫർ ആണ് ഇതിൻ്റെ കോച്ചായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ കഴിയുന്ന ആളുകളൊക്കെ ഇത് യൂസ് ചെയ്യുക. ഒരു പക്ഷേ 15,000 എന്നുള്ള ഫീസൊന്നും കിട്ടിയിട്ട് നിങ്ങൾ നേട്ടണ്ട. കാരണം നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടാൻ യോഗ്യത ഉണ്ടോ, നിങ്ങൾ അതിന് ആപ്റ്റാണോ എന്നുള്ളതൊക്കെ സെലക്ഷന് പങ്കെടുത്ത് നിങ്ങൾക്ക് കിട്ടുമല്ലേ എന്ന് അറിഞ്ഞതിന് ശേഷമല്ലേ തീരുമാനിക്കേണ്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കളയണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇതൊരു നല്ല ചാൻസ് ആയിട്ട് എടുത്തിട്ട് ട്രയൽസുകൾ എപ്പോഴാണോ വരുന്നത്, ഓരോ ജില്ലയിലും ട്രയൽസ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഓരോ ജില്ലയിലും നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റിയ ജില്ലയിൽ പോയിട്ട് ട്രയലിന് പങ്കെടുക്കാം. ഓക്കെ, കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് വഴിയെ അറിയാം. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാം
ശുഭദിനം ആശംസിക്കുന്നു.